ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് ഒരു കിടുക്കാച്ചി ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത്. കാർക്കൂന്തലൊക്കെ ഒന്ന് കറപ്പിക്കാമെന്ന് വിചാരിച്ചു. അത് നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ വേഗം തന്നെ ഇത് ചെയ്തിട്ട് പോകാം. പക്ഷേ ഇന്ന് നമ്മൾ വറുത്തൊക്കെ വെക്കണം കേട്ടോ. വറുത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്തിട്ട് യാത്രയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി കിടുക്കാഴ്ച ഒരു ഡൈ ആണ്, നമുക്കത് ചെയ്യാം. അപ്പോൾ സംഭവമെല്ലാം ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ഐറ്റങ്ങൾ മാത്രം നമുക്ക് മതി വറക്കാൻ. പിന്നെ മിക്സ് ചെയ്യാൻ ഒരാളെ കൂടെ വേണം. അപ്പോൾ എന്തൊക്കെയാണ് വറുത്ത് വെച്ചേക്കുന്നത് സുപ്പ് കാണിച്ചു തരാം. നമ്മുടെ മഞ്ഞൾപ്പൊടിയില്ലേ, നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതായാലും മതി. നമ്മൾ മില്ലിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കത്തില്ലേ, കവറിൽ വാങ്ങിക്കരുത് കേട്ടോ. കവറിലെ മഞ്ഞൾപ്പൊടി നമ്മൾ വാങ്ങിക്കരുത്. നമ്മൾ മില്ലിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ പൊടിച്ചതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ മഞ്ഞൾ നമ്മുടെ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, കാപ്പിപ്പൊടിയും കൂടെ നന്നായിട്ട് വറക്കുക. ഇതേമാതിരി ഇരുമ്പ് ചട്ടിക്കകത്ത് വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കുറച്ചിട്ട് നമ്മൾ വറുത്തെടുക്കണം. അല്ലെങ്കിൽ ഈ തീക്കനൽ മാതിരി വന്ന് പെട്ടെന്നങ്ങ് പോകുകയാവും. അതുകൊണ്ട് കുറഞ്ഞ തീയിലിട്ട് നമ്മൾ പതുക്കെ ഒരു ക്ഷമയൊക്കെ വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കറുപ്പിച്ച് വറക്കണം. പതിയെ തീയിട്ട് നമ്മൾ വറുത്തെടുത്താൽ മതി. ഇതേ നന്നായിട്ട് നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയും. ഇതിലേക്ക് നമുക്ക് ഒരാളെ കൂടെ ചേർക്കണം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ അലോവേര ജെൽ കുട്ടനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഞാൻ ഇതാണ്, മറ്റേ നമ്മൾ വളർത്ത് നമ്മുടെ മുറ്റത്തൊക്കെ അതല്ല എടുക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതാണ് കേട്ടോ, നമ്മുടെ ഈ അലോവേരയാണ് ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്. ഒന്നുമില്ല കേട്ടോ, വേഗം തന്നെ നമുക്കിത് ചെയ്തിട്ട് പോകാം. അപ്പോഴിതേ ഞാൻ കാണിച്ചു തരാം. കുറച്ച് അലോവേര എടുക്കുക. നമ്മളിത് ഒരു ടിന്നിനകത്തങ്ങനെ ഇട്ട് സൂക്ഷിച്ചാൽ നമുക്ക് വേഗം തന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളൊക്കെ സാരിയൊക്കെ ഉടുത്ത് ചുരിദാറൊക്കെ ഇട്ട് അങ്ങോട്ട് കണ്ണാടിയിലോട്ട് ചെന്ന് നോക്കുമല്ലോ. അവിടെ ഇവിടെയൊക്കെ നരയൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കും. അവന്മാരിങ്ങനെ നമ്മളെ നാളം കെടുത്താനായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുമല്ലോ. അവന്മാരെ ഒന്ന് അമർത്തി വെക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു എളുപ്പത്തിനുള്ള ഒരു ടിപ്പാണിത് കേട്ടോ. അപ്പോഴിതേ നമ്മൾ അലോവേര എടുത്തു. നമ്മുടെ ആ കൂട്ടിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ബ്രഷ് വേണമെങ്കിൽ എടുക്കാം. അത് അല്ല പോരാ, ഞാനെപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ദൈവം നമുക്ക് കൈയൊക്കെ തന്നിരിക്കുന്നത് അതിനൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ ട്രിക്കിൾ ചെയ്യാനില്ലേ, കുഴപ്പമില്ല. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളെ കാണിക്കുമ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. സത്യമായിട്ട് നമ്മൾ പറയണമല്ലോ. ആ അലോവേരയും നമ്മുടെ ആ കാപ്പിപ്പൊടിയും മഞ്ഞളുമായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഒത്തിരി ഇതുമാതിരി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരുപാട് ടിപ്പുകളുണ്ട് കേട്ടോ. കുറേ അതൊക്കെ വരുന്നതാണ്. നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയും ഇതേമാതിരി ഒരു ഗ്ലാസ് ജാറിലോ ഇതേമാതിരി ഒരു ബോട്ടിലിലോ കുറച്ച് വറുത്ത് നിങ്ങൾ വെച്ചേക്കുക കേട്ടോ. നമുക്ക് കുറച്ച് അലോവേര എടുത്ത് ഇത് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് പോകാം. ഒന്നും പേടിക്കേണ്ട കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കറുപ്പാണ് കേട്ടോ. നല്ല കറുപ്പാണ് ഇത്. നമ്മൾ കുറച്ച് എടുക്കുക. ബ്രഷ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പം കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ബാക്കിലൊക്കെ നമുക്ക് ആരുടെയെങ്കിലും സഹായത്തോടെ നമുക്കിത് ചെയ്യാം കേട്ടോ. പുറയിലൊക്കെ നമ്മുടെ നര നിപ്പുണ്ടെങ്കിൽ. ഈ വളർന്നു വരുന്ന നമുക്ക് മുടിയൊക്കെ ഇപ്പം പ്രായമൊക്കെ ആയി വരുന്ന മുടികൾ അത്ര കറുപ്പായിട്ടൊന്നും അല്ലായിരിക്കും വരുന്നത്. ഇനിയിപ്പം കുട്ടി മുടി വരുന്നെങ്കിൽ അത് നരച്ചതൊക്കെ ആയിരിക്കും. അതിനെയൊക്കെ ഒന്ന് നമുക്ക് തുരത്താനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ. നമുക്ക് ഫുള്ള് വേണമെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൽ പോരാ, നമുക്ക് ഇത്രയും ഭാഗത്ത് നമുക്ക് ഈ നരയൊക്കെ ഉള്ള ഭാഗത്ത് നമുക്ക് തേച്ച് കൊടുത്താൽ മതി. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്തിട്ട് പോകാം. എൻ്റെ ഇവിടെയൊക്കെ ചെറിയ നരകളുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഓരോ പായ്ക്കലിട്ടിട്ട് എന്തായാലും നല്ല കളറായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഡൈ ചെയ്യുന്ന മറ്റേ ബ്രഷ് ഉണ്ടല്ലോ, അതും നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പല്ല് തേക്കുന്ന ഒരു ബ്രഷ് നമ്മൾ പുതിയത് ഇതിനായിട്ട് നമ്മൾ ഇങ്ങനെ ഡൈ ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക.
അല്ലെങ്കിൽ ദേ ഈ മടിച്ചിയായ സുപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ദേ ഇങ്ങനെ തൂത്ത് കൊടുക്കുക. ഈ വിരലും വെച്ച് തൂത്ത് കൊടുക്കുക. ഒന്നുമേ ഭയപ്പെടാനില്ല, നമ്മളവിടെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് കേട്ടോ മറ്റുള്ളവർ ധരിച്ചോളും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നല്ലൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ മുടി നമ്മൾ കഴുകുമ്പം ആ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കുകയും ചെയ്യും. ബാക്കിയുള്ള മുടികൾ നന്നായിട്ട് കറുത്തിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും കേട്ടോ. നമുക്കറിയാം, ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഡൈ ചെയ്യുന്നവർക്കറിയാം. ബാക്കിയുള്ള ആ മുടിക്ക് നല്ല കറുപ്പുമുണ്ട്, പിന്നെ നമ്മുടെ ആ വെളുത്തിരിക്കുന്ന മുടിക്ക് വ്യത്യാസവും വരും കേട്ടോ. നന്നായിട്ട് വ്യത്യാസവും വരും. നിങ്ങൾക്കറിയാമായിരിക്കാം, ചെയ്യുന്ന കൂട്ടുകാർക്ക് അറിയാമായിരിക്കാം. നന്നായിട്ട് കറുത്തിരിക്കും കേട്ടോ മുടിയെ. അപ്പോൾ ഞാനിതിപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഓരോന്നും ഞാൻ ചെയ്യുന്നതല്ല നിങ്ങളെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യമായിട്ട് നിങ്ങളെ കാണിച്ചാണല്ലോ ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെയൊക്കെ എനിക്ക് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു നരകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കിളവിയാണ് ഞാൻ, പക്ഷെ കണ്ടാൽ പറയൂല്ല അല്ലേ. ഇപ്പം കിളവിമാർക്കൊന്നും അല്ലടോ കേട്ടോ നര, കൊച്ചു കുട്ടികൾക്ക് വരെ നരയുണ്ട്. അതൊന്നും അത്ര സാരമില്ല അല്ലേ. ഓ കിളവിയെങ്കിൽ കിളവി. അപ്പോഴതേ നമുക്ക് ഞാനിതങ്ങ് പെരട്ടോ, ഞാൻ ഇച്ചിരി എടുത്തെങ്കിലും അത് ഞാനങ്ങ് പെരട്ടു കേട്ടോ. നിങ്ങളെ കാണിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് വിശ്വാസവും വരും. അപ്പോഴേ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇനി തീർച്ചയായിട്ടും നമ്മൾ കെമിക്കൽ ഡൈ അടിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് വിഷമിക്കേണ്ട. നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ അതിലും വിഷമിക്കേണ്ട. അയ്യോ ഞാൻ ഡൈ ചെയ്തില്ല, അപ്പോൾ ഈ ഡൈ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ, സൂപ്പറാണ്, കിടുവാണ്. നമ്മളവിടെ ഈ ഭാഗത്തൊന്നും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും തേച്ചിട്ടില്ല. ഭയപ്പെടുകയും വേണ്ട, നമ്മുടെ കയ്യിൽ ഒന്നും ആയെന്ന് ഭയപ്പെടുകയും വേണ്ട. നിങ്ങൾ പോയിട്ടൊക്കെ തിരികെ വന്ന് മുടി കഴുകിയാൽ മതി, ഒന്നും പേടിക്കേണ്ട കേട്ടോ. ഈ സുപ്പുവിനെ പോലെ അങ്ങ് ചെയ്താൽ മതി. എന്തെല്ലാം ട്രിക്കുകളാണ് നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ചെയ്തിട്ട് പോകുന്നതല്ലേ. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ കെമിക്കൽ ഡൈ ഒന്നും ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇതെല്ലാം നമ്മുടെ മുടിക്ക് അങ്ങോട്ട് ഏക്കുന്നുണ്ട് കേട്ടോ. ഓരോ ടിപ്പുകളും അങ്ങോട്ട് ഏക്കുന്നുണ്ട്. സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയുകയാണ്. ഇപ്പം നമ്മൾ ഇത് തേച്ചപ്പം തന്നെ എൻ്റെ മുടിക്ക് നല്ല കറുപ്പ് നമുക്ക് അല്ലേ, നിങ്ങൾ കണ്ടോ, നല്ല കറുപ്പായിട്ട് തോന്നും. അപ്പോൾ നമ്മളവിടെ ഒന്നും പിടിക്കുകയൊന്നും ചെയ്യാതിരുന്നാൽ മതി കേട്ടോ. ഈ ഫുള്ള് ഞാനങ്ങ് തേക്കുകയാണ്. കുറച്ച് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. നമ്മളിങ്ങനെ ഈ മഞ്ഞളും ഈ കാപ്പിപ്പൊടിയും നമ്മൾ വറുത്തിങ്ങനെ കരിച്ച് വെച്ചിട്ട് ടിന്നിനകത്ത് ഇട്ട് വെച്ചോളൂ. നമുക്ക് എളുപ്പം വേഗത്തിന് നമുക്ക് ചെയ്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ നല്ലൊരു ട്രിക്കാണിത് അല്ലേ. സംഭവം അടിപൊളിയാണ്, കിടുക്കാച്ചിയാണ്, സൂപ്പറാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കൂട്ടുകാരെ. ഈ വേഗത്തിലുള്ള ടിപ്പ് നിങ്ങൾക്ക് ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഇത്ര വേഗത്തിലുള്ള ടിപ്പുകളൊക്കെ പറഞ്ഞു തരുമോ? ഈ ഞാനല്ലാതെ. അപ്പോഴതേ ബാക്കിലോട്ടൊക്കെ ഉണ്ട്, നമുക്ക് ഇടാം കേട്ടോ. അത് നമുക്ക് ഒരാളുടെ സഹായം വേണം. ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരാളുടെ സഹായം വേണം. നമുക്ക് തനിയെ പറ്റത്തില്ല. ഇതിപ്പോൾ എനിക്കറിയാം, നമുക്ക് ഇവിടെയൊക്കെ നരയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മളങ്ങ് ചെയ്യുകയാണ്. അപ്പോഴതേ ഇത് നമുക്ക് നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമുക്കിതൊരു 8 മണിക്കൂർ തന്നെ നമുക്ക് ഇത് മുടിയിൽ തേച്ച് വെച്ചിട്ട് നമുക്ക് കഴുകി കളഞ്ഞാലും മതി കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും കേട്ടോ. യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ തേച്ചിട്ടങ്ങ് പോയിക്കോളൂ. നിങ്ങൾ പോയിട്ടൊക്കെ വന്നതിന് ശേഷം മാത്രം നമ്മൾ കഴുകിയാൽ മതി. അഥവാ നമ്മൾ വീട്ടിൽ ഇരുന്ന് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 2 മണിക്കൂർ ഇത് ഇങ്ങനെ മുടിയിൽ തേച്ചിട്ട് കഴിയങ്ങ് കാണുള്ളൂ. അപ്പോൾ അടിപൊളിയാണ്, കിടുക്കാച്ചിയാണ്. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത്. നമ്മുടെ കയ്യിൽ അങ്ങനെ വരുമെന്നും ഒന്നും പേടിക്കേണ്ട കേട്ടോ. ഇങ്ങനെ പറ്റുമെന്നും ഒന്നും പേടിക്കേണ്ട കേട്ടോ. അപ്പോൾ അടിപൊളി കിടുക്കാച്ചിയാണ് ഈ ഒരു സംഭവം. വേഗത്തിന് നമുക്കിടാം. മുടി നല്ല കട്ടക്കറുപ്പായിട്ട് തന്നെ ഇരിക്കും. സൂപ്പറാണ്, കിടുവാണ്, കിടുക്കാച്ചിയാണ്. ഓക്കെ, സൂപ്പ് പറയുന്നത് പോലെ. അപ്പോഴേ ഇനിയും നല്ല അടിപൊളി കിടുക്കാച്ചി ഡൈയുമായിട്ടും അടിപൊളി കിടുക്കാച്ചി ടിപ്പുമായിട്ട് നമുക്ക് ഇനിയും വരാം. അപ്പോൾ ഇന്ന് കണ്ടവരൊക്കെ നാളെയും വരണേ. അപ്പോഴേ വീഡിയോ ഒക്കെ കണ്ട്
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദി. പിന്നെ ലൈക്ക് ചെയ്യുന്നവർക്കും നല്ല നല്ല കമൻറ്റുകളൊക്കെ തരുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒത്തിരി സന്തോഷം, ഇഷ്ടം എല്ലാവരോടും കേട്ടോ. നമുക്ക് ഒരു കമൻറ്റ് വരുമ്പോൾ ചിലരുണ്ട് നമുക്ക് എനിക്കങ്ങനെ ബാഡ് കമൻ്റ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ചിലരുണ്ട്, ചിലരൊക്കെ ഇങ്ങനെ പറയുന്നേക്കാം കമൻറ്റൊക്കെ ഭയങ്കര സങ്കടമായിട്ട് ഇടുമെന്ന്. അതെന്താ, ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പം കേട്ടോ, ഞാനത് അവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഞാനത് അവരെ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇന്നലെ ആ ചാനൽ കാണുന്നത്. അതും അവരും കുഞ്ഞു പാചകവും ഒക്കെ ആയിരുന്നു. അപ്പോഴേ ഈ കമൻറ്റിൽ ആരോ പറഞ്ഞത് വൃത്തിയില്ലെന്നും പഴയ വീടാകുമ്പോൾ ആ അടുക്കളയൊക്കെ ഇച്ചിരി പുകയും ഇതൊക്കെ കാണത്തില്ല ഇപ്പം ആരുടെയാണെങ്കിലും. അപ്പോഴേ കഷ്ടം അവരവിടെ അങ്ങനെ പറയുന്ന കേട്ടെ, അങ്ങനെ വൃത്തിയില്ലെന്നൊക്കെ പറഞ്ഞു തന്നേ. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അത് നല്ലൊരു അടുക്കള കേട്ടോ, നല്ലൊരു വീടും നല്ലൊരു കുഞ്ഞടുക്കളയും. പിന്നെ ഇച്ചിരി പുകയൊക്കെ, അത് നമ്മൾ പണ്ടത്തെ വിറകടുപ്പാകുമ്പോൾ ഇച്ചിരി പുകയൊക്കെ പറ്റുമല്ലോ. പക്ഷേ അങ്ങനെയൊക്കെ കമൻ്റ് അയക്കുമ്പോൾ എന്തൊരു സങ്കടമായിരിക്കും അവർക്ക് അല്ലേ. അവരിപ്പോൾ തുറന്ന് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കമൻറ്റുകൾ വന്നാലും ഞങ്ങൾ തളരത്തില്ലെന്ന് ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇനിയും വീഡിയോ ചെയ്യുന്നു. അവർ മിടുക്കരാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നമ്മളെപ്പറ്റി അങ്ങനെയൊന്നും ആരും പറയുന്നില്ല. പറയുന്നവരൊക്കെ വന്ന് പറഞ്ഞിട്ട് പോട്ടെ, നമ്മളതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വിചാരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമല്ലേ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സുപ്പുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാ കൂട്ടുകാർക്കും